Hi viewers, welcome back to Shana Spices. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പൊങ്കൽ. പൊങ്കൽ കഴിച്ചിട്ടുണ്ടോ? രണ്ട് ടൈപ്പ് പൊങ്കലുണ്ട് കേട്ടോ, മധുരമുള്ളതും ഈ സേവറി ടൈപ്പ്. നമ്മൾ ഈ സേവറി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഐറ്റമാണ്. മിക്കപ്പോഴും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വട ഉണ്ടാവും, പിന്നെ സാമ്പാറും ചട്നി. വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ പൊങ്കലിൻ്റെ റൈസ് ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. അതിനുവേണ്ടി ആദ്യം ചെറുപയർ പരിപ്പ് ഇത് കാണുന്നത് 1/2 കപ്പ് നമുക്ക് ഒരു പാനിലിട്ടിട്ട് ലൈറ്റ്ലി റോസ്റ്റ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ്. അപ്പോൾ ഈ ചെറുപയർ പരിപ്പ് പാനിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു മണം വന്നു തുടങ്ങും അത് റോസ്റ്റ് ചെയ്തതിൻ്റെ. ഇത് തീരെ ഡാർക്കായി പോകരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. ബ്രൗൺ കളറൊന്നും പിടിക്കരുത്. ഇളക്കാണ്ടിരുന്നാൽ ഒരു സൈഡ് ഡാർക്കായി പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കാം. പിന്നെ ഇതിനാവശ്യമുള്ളത് ഏതെങ്കിലും റോ റൈസാണ്. പൊങ്കൽ റോ റൈസ് എന്ന് പറഞ്ഞ് കിട്ടാൻ നിങ്ങളുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും റോ റൈസ്, അല്ലെങ്കിൽ സോന മസൂരി, ഇതൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ റോ റൈസ് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകണം. വെള്ളം നന്നായി തെളിഞ്ഞ് വരുന്നത് വരെയും നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യണം ആദ്യം. ഇതിൻ്റെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ചെറുപയർ പരിപ്പ് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് വെള്ളം ചേർക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ 5 കപ്പ് ലിക്വിഡാണ് വേണ്ടത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 5 കപ്പ് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ 4.5 കപ്പ് വെള്ളം 1/2 കപ്പ് പാലും കൂടി ഒഴിക്കാം, ഞാൻ ചെയ്തിരിക്കുന്നത് പോലെ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക്, ഹോൾ ബ്ലാക്ക് പെപ്പർകോൺസ് ആണ് ആഡ് ചെയ്യുന്നത്, പൊടിയല്ല. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി നല്ല ജീരകം, ചെറിയ ജീരകമാണ്. ഇനി കുക്കർ ക്ലോസ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ സ്റ്റീം വിസിൽ കേൾക്കണ വരെയും കുക്ക് ചെയ്യാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് 4 വിസിലും കൂടി കേൾക്കണ വരെയും കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ച് ഇതുപോലെ ആക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം 4 വിസിൽ ചെറിയ ഫ്ലെയിമിലും കഴിഞ്ഞു. ഈ പാലൊഴിക്കുന്ന കാരണം കുറച്ചിങ്ങനെ പതിഞ്ഞു വരും. അതുകൊണ്ട് അത് പതിയുന്ന ഉടനെ ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് കുക്കർ തുടയ്ക്കും. അപ്പോൾ പിന്നെ അത് ഡ്രൈ ആയിട്ട് പിടിക്കില്ല. അപ്പോൾ ഈ കുക്കർ തന്നെ ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം തുറക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ റൈസ് ഒന്ന് മാഷ്ഡായി കിട്ടണം. പൊങ്കലിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ്, ഒരു കുറച്ചിങ്ങനെ ഉടഞ്ഞ ചോറാണ്. അപ്പോൾ കുക്കർ തുറക്കുമ്പോഴേ ഞാൻ കുറച്ച് വെള്ളം ബാക്കി നിൽക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ഓപ്പൺ ആയിട്ട് ഇത് കുക്ക് ചെയ്ത് ആ വെള്ളം വറ്റണ വരെ. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെയും ആവാം, ടേസ്റ്റിനനുസരിച്ച്. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊങ്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിവാക്കണ്ട. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊങ്കലിൻ്റെ മുകളിൽ ഇങ്ങനെ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കണം. അപ്പോൾ ഈ അളവിന് നമുക്കൊരു 1/4 കപ്പ് നെയ്യ് വേണം, ഒരു 60 ml. അതിട്ടിട്ട് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ആദ്യം ആ ചതച്ച് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ചെറിയ ജീരകം ആ മിക്സ്ചർ ആദ്യം ആഡ് ചെയ്യാം. ഇതൊന്ന് സിസിൽ ചെയ്ത് വരും. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. അപ്പം നന്നായി കൊത്തി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പിന്നെ പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ആ ഇഞ്ചിയുടെ ഒരു മണം കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു വലിയ പിടി കാഷ്യൂ നട്ട്സ്, ഇത് നടുക്ക് സ്ലൈസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മുഴുവൻ ആഡ് ചെയ്യാം. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നില്ല, പക്ഷേ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് പിന്നെ ഈ കാഷ്യൂ നട്ട്സ് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത പൊങ്കൽ റൈസിൻ്റെ ഉള്ളിലേക്ക് ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യ് എല്ലായിടത്തും ഒരേപോലെ ആവണം. അതുപോലെ ആ കുരുമുളക്
ചെറിയ ജീരകം ഇതൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിങ് ആണ് ഇത്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചെറിയ ബൗളിൽ ഒരു ചെറിയ അളവ് ഇട്ടിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇതുപോലെ കമത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ബേസിക്കായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റി സാമ്പാർ മാത്രം മതി. കുറച്ചും കൂടി സെറ്റപ്പ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വടയും ചട്നിയും കൂടി സെർവ് ചെയ്യാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആ നെയ്യും കുരുമുളകും ചെറിയ ജീരകവും പിന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ഒത്തുചേർന്ന് നല്ലൊരു ഫ്ലേവറാണ് ശരിക്കും. നല്ലൊരു ബട്ടറി റൈസ് സാമ്പാറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് കറക്റ്റാണോ നോക്കുക, യൂട്യൂബിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് ഷന സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബെല്ലൈക്കോൺ കാണും, ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് ഫോണിലെ സെറ്റിങ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൻ്റെ അടിയിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, ഇതിൻ്റെ ഉള്ളിൽ യൂട്യൂബ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓഫാണെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കിയിടണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഐഫോൺ സെറ്റിങ്സിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, അതിൽ യൂട്യൂബ്, എന്നിട്ട് അലൗ നോട്ടിഫിക്കേഷൻസ് ഓൺ ആയിരിക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇതൊന്ന് ചെക്ക് ചെയ്തേക്ക്. കാരണം കുറേ പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് കിട്ടണില്ല. അവർക്ക് വേണ്ടി ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.